Once again, welcome back to virtual teaching. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആൻഡ് സബ്ജക്റ്റിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സാം ഓറിയൻറ്റഡ് വീഡിയോ ആണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു 50 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ സപ്ലൈ. വാല്യൂ സപ്ലൈ ഡിറ്റർമിനേഷൻ എന്തെല്ലാമാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വേർ ദ കൺസിഡറേഷൻ ഇസ് നോട്ട് ഓൺലി ഇൻ മണി. എന്താണ് കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് മണിയിലല്ല. അങ്ങനെയാണെങ്കിൽ വാല്യൂ സപ്ലൈ എങ്ങനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും? അപ്പോൾ കൺസിഡറേഷൻ മണിയിലല്ലെങ്കിൽ, ഫുള്ളായിട്ട് മണിയിലല്ലെങ്കിൽ എങ്ങനെ വാല്യൂ സപ്ലൈ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും എന്നാണ് ഫസ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസിലാണെങ്കിൽ നമ്മുടെ വാല്യൂ സപ്ലൈ എന്നത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓഫ് സച്ച് സപ്ലൈ മാറും. എന്താണ് അപ്പോൾ അതിൻ്റെ വാല്യൂ സപ്ലൈ വിൽ ബി എന്തായിരിക്കും? ആ ഒരു ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, അങ്ങനെയുള്ള സപ്ലൈക്ക് എന്താണ് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, ആ വാല്യൂക്ക് നമ്മൾ കൊടുക്കേണ്ടത്. രണ്ടാമത്തെ കേസ് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ലെങ്കിൽ, ഇഫ് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഈസ് നോട്ട് അവൈലബിൾ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ആ ഒരു വാല്യൂ സപ്ലൈ എന്തായിരിക്കും? സം ഓഫ് ദ കൺസിഡറേഷൻ പ്രൊവൈഡഡ് മണി, മണി ആയിട്ട് കൊടുത്തിരിക്കുന്ന കൺസിഡറേഷനും അതുപോലെ തന്നെ മണി ഈക്വലൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കൺസിഡറേഷനും, നോട്ട് ഇൻ മണി, മണി അല്ല പക്ഷേ മണിയുടെ അതേ വാല്യൂ ഉള്ള എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും, ഈക്വലൻ്റ് കൊടുത്തിട്ടുണ്ടാവും, അത് തമ്മിലുള്ള സമ്മ്, അതായിരിക്കും അവിടുത്തെ വാല്യൂ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ലെങ്കിൽ എന്തായിരിക്കും? കൺസിഡറേഷൻ ഇൻ മണി ആൻഡ് മണി ആസ് എൻ ഈക്വലൻ്റ് ടു ദ കൺസിഡറേഷൻ ബട്ട് നോട്ട് ഇൻ മണി. എന്താണ് മണി, ആ ഒരു കൊടുക്കേണ്ട മണിയുടെ അതേ വാല്യൂ ഉള്ള ഈക്വലൻ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ആസ് എ കൺസിഡറേഷൻ, പക്ഷെ അത് മണി ആയിട്ടായിരിക്കില്ല നേരിട്ട് കൊടുക്കുക, അത് തമ്മിലുള്ള ആഡ് ചെയ്യുമ്പോൾ അതെന്തായിരിക്കും? അതും വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് മാറും. ഇനി നമുക്ക് വാല്യൂ സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് ആ സപ്ലൈക്ക് എത്ര വാല്യൂ കൊടുക്കേണ്ടത് ഇത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് രണ്ട് പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് എന്തായിരിക്കും? വാല്യൂ സപ്ലൈ ഓഫ് ഗുഡ്സ് സർവീസസ് ഓർ ബോത്ത് ഓഫ് ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി, അതിൻ്റെ കൈൻഡും അല്ലെങ്കിൽ ക്വാളിറ്റി അതായിരിക്കും അതിൽ ഡിറ്റർമൈൻ ചെയ്യുക. രണ്ടാമത്തത് അങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും ഡിറ്റർമൈൻ ചെയ്യുക? കൺസിഡറേഷൻ ഇൻ മണി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം തന്നെ എന്താണ് കൺസിഡറേഷൻ ഇൻ മണി പ്ലസ് പിന്നെന്താണ് സം ഏതാണ് മണി ദാറ്റ് ഈസ് ഈക്വലൻ ടു കൺസിഡറേഷൻ നോട്ട് ഇൻ മണി, സെയിം കാര്യം തന്നെ ആയിരിക്കും നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആയാലും ഇതാണ് ഫസ്റ്റ് പോയിന്റ്. വെൻ ദ കൺസിഡറേഷൻ ഈസ് നോട്ട് ഓൺലി ഇൻ മണി, ഫുള്ളായിട്ട് മണി കൊടുത്തിട്ടില്ലെങ്കിൽ. നെക്സ്റ്റ് പോയിന്റ് ആണ് വാല്യൂ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ബിറ്റ്വീൻ ഡിസ്റ്റിൻറ്റ് ഓർ റിലേറ്റഡ് പേഴ്സൺ അതർ ദാൻ ത്രൂ ആൻ ഏജൻറ്റ്. ഇപ്പോൾ വാല്യൂ സപ്ലൈ നടക്കുന്നത് ബിറ്റ്വീൻ ഡിസ്റ്റിൻറ്റ് അല്ലെങ്കിൽ റിലേറ്റഡ് പേഴ്സൺ ആയിട്ടാണ്, പക്ഷേ ഒരു ഏജൻറ്റ് വഴി അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ വാല്യൂ സപ്ലൈ കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ബി ദ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ സച്ച് സപ്ലൈ, അങ്ങനെ സപ്ലൈകളുടെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എന്താണോ അത് കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ്? ഇഫ് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഇസ് നോട്ട് അവൈലബിൾ, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ലെങ്കിൽ ദ വാല്യൂ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓഫ് ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി, അതേ കൈൻഡ് അതേപോലത്തെ അല്ലെങ്കിൽ അതേ ക്വാളിറ്റി ഉള്ള വേറെ ഗുഡ്സ് സർവീസസോ കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ സപ്ലൈ എത്രയാണോ അതായിരിക്കും നമ്മളത് ആ ഒരു വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ആയിട്ട് നമ്മളത് കണക്കാക്കണം. അതല്ലെങ്കിൽ എന്താണ്? ഇഫ് വാല്യൂ ഇസ് നോട്ട് ഡിറ്റർമൈൻ അണ്ടർ ദ ക്ലോസ് എ ഓർ ബി, എയിലോ ഈ ഒരു കാര്യത്തിലോ ബിയിലോ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് സിയിൽ എന്ത് ചെയ്യാം? ദ വാല്യൂ ക്യാൻ ഡിറ്റർമൈൻ ബൈ ആപ്ലിക്കേഷൻ ഓഫ് റൂൾ 4 and 5. റൂൾ 4 റൂൾ 5 അനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വാല്യൂ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ക്ലിയർ ആയല്ലോ? തേർഡ് പോയിന്റ് ആണ് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് മെയ്ഡ് ഓർ റിസീവ്ഡ് ത്രൂ ആൻ ഏജൻറ്റ്. നമ്മൾ ഗുഡ്സ് റിസീവ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്നത് ഏജൻറ്റ് വരികയാണെങ്കിൽ അതിൻ്റെ വാല്യൂ സപ്ലൈ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം? ഒന്നാമത്തത് ബി ദ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, ഒന്നില്ലെങ്കിൽ എന്താണ് അവിടെ നമുക്ക് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഓർ 90% ഓഫ് ദ പ്രൈസ് ചാർജ് ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ് ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി. അപ്പോൾ എന്താണ്? അല്ലെങ്കിൽ അതേപോലത്തെ സിമിലർ ഗുഡ്സിന് കൊടുക്കുന്ന പ്രൈസിന് 90%, ആ ഒരു പ്രൈസ് 90% അല്ലെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ടു അൺറിലേറ്റഡ് കസ്റ്റമേഴ്സ്, നമ്മൾ സപ്ലൈ ചെയ്തിരിക്കുന്ന അൺറിലേറ്റഡ് കസ്റ്റമേഴ്സിനായി മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നില്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഗുഡ്സിന് സിമിലർ ആയിട്ടുള്ള ഗുഡ്സിൻ്റെ 90% ഓഫ് പ്രൈസ് നമുക്ക് ഈടാക്കാവുന്നതാണ്. ഇനി ബി നെക്സ്റ്റ് ആണ് വേർ ദ വാല്യൂ സപ്ലൈ ഇസ് നോട്ട് ഡിറ്റർമൈൻ അണ്ടർ ക്ലോസ് എ. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ക്ലോസ് എ ഫസ്റ്റ് പോയിന്റിലൂടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഉണ്ട്, 90% ഓഫ് പ്രൈസ് ഉണ്ട്, രണ്ടും കൂടെ നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ക്യാൻ ഡിറ്റർമൈൻ ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് റൂൾ 4 and 5. റൂൾ 4 അല്ലെങ്കിൽ റൂൾ 5 വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അത് ഡിറ്റർമൈൻ ചെയ്യാം. എപ്പോഴും മാത്രമാണത്? റൂൾ എ നമുക്ക് ആപ്ലിക്കബിൾ ആയി തോന്നിയില്ലെങ്കിൽ മാത്രം. ഇനി ഫോർത്ത് പോയിന്റ് ആണ് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ബേസ്ഡ് ഓൺ കോസ്റ്റ്.
കോസ്റ്റിൻ്റെ ബേസിലാണ് നമ്മുടെ ഗുഡ്സ് സർവീസസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാറുള്ളത്, വാല്യൂ സപ്ലൈ കണ്ടുപിടിക്കാറുള്ളെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മുമ്പിലുള്ള എല്ലാ റൂൾസും പ്രിസൈഡിങ് റൂൾസ് വെച്ച് നമുക്ക് ആ ഒരു വാല്യൂ സപ്ലൈ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വാല്യൂ ഗുഡ്സ് കാണാനും വാല്യൂ സർവീസ് കാണാനും രണ്ട് മെത്തേഡ് ഉണ്ട്. വാല്യൂ ഗുഡ്സ് കാണാനാണെങ്കിൽ എന്ത് ചെയ്യണം? 110% ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഉണ്ടായ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ 110%ഉം, രണ്ടാമത്തെ വാല്യൂ ഓഫ് സർവീസ് ആണെങ്കിൽ എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സർവീസിൻ്റെ 110%ഉം. ഇത് രണ്ടും കൺസിഡർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വാല്യൂ സപ്ലൈ ഓൺ ദി ബേസ് ഓഫ് കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതാണ് നാലാമത്തെ പോയിന്റ്. നെക്സ്റ്റ് ആണ് റെസിഡ്യൂൽ മെത്തേഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. നമ്മൾ മേലെ പറഞ്ഞ ഒരു മെത്തേഡും ഒരു റൂളും നമുക്ക് ആപ്ലിക്കബിൾ തോന്നിയില്ലെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? സെക്ഷൻ 15 യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വാല്യൂ സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. അതാണ് 5th പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. 6th പോയിന്റ് ആണ് ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ സപ്ലൈസ്. അതിൽ നമുക്ക് ഓരോ സബ് സെക്ഷൻസ് വരുന്നുണ്ട്. നമുക്കത് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഇൻ റിലേഷൻ ടു പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഫോറിൻ കറൻസി ഇൻക്ലൂഡിങ് മണി ചേഞ്ചിങ്. നമ്മൾ ഫോറിൻ കറൻസി സെല്ല് ചെയ്യുകയോ ബൈയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സർവീസ് സമയത്ത് വാല്യൂ സപ്ലൈ എത്രയായിരിക്കും ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇഫ് വൺ ഈസ് എൻ ഇന്ത്യൻ കറൻസി അതർ ഈസ് എ ഫോറിൻ കറൻസി. ഒരു കറൻസി ഇന്ത്യനും മറ്റേ കറൻസി ഫോറിൻ ആണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും നമ്മൾ വാല്യൂ സപ്ലൈ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക? എങ്ങനെയായിരിക്കും? അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ബൈയിങ് ഓർ സെല്ലിംഗ് റേറ്റ്, നമ്മൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ ഏതാണ് ആ റേറ്റ് സെല്ലിംഗ്, ബൈ ഓർ സെല്ലിംഗ് റേറ്റ് മൈനസ് RBI റെഫറൻസ് റേറ്റ് ഫോർ കറൻസി. നമ്മുടെ RBI ഓരോ കറൻസിക്കും റെഫറൻസ് റേറ്റ് വെച്ചിട്ടുണ്ട്. ആ റെഫറൻസ് റേറ്റിൽ നിന്ന് നമ്മൾ എന്ത് വയ്ക്കുക? ബൈയിങ് ആൻഡ് സെല്ലിംഗ് റേറ്റും കുറയ്ക്കുക ഇൻറ്റു നമ്മുടെ യൂണിറ്റ് ഓഫ് കറൻസി. എത്ര കറൻസി ഉണ്ട് ആ യൂണിറ്റ് ഓഫ് കറൻസി വെച്ച് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ ബൈയിങ് ഓർ സെല്ലിംഗ് റേറ്റ് മൈനസ് RBI റെഫറൻസ് റേറ്റ് ഓഫ് കറൻസി ഇൻറ്റു യൂണിറ്റ് ഓഫ് കറൻസി. ഇത് നിങ്ങൾ ബുക്കിംഗ് സൈഡിലോ അല്ലെങ്കിൽ പേപ്പറിലോ നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഉള്ളത്. രണ്ടാമത്തത് ഇഫ് ബോത്ത് ആർ നോട്ട് ഇന്ത്യൻ കറൻസി, രണ്ടും ഇന്ത്യൻ കറൻസി അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1% ഓഫ് ലോവർ എമൗണ്ട് റിസീവ്ഡ് വെൻ കൺവേർട്ടിംഗ് ഏതർ ഫോറിൻ കറൻസി ഇൻറ്റു ഇന്ത്യൻ കറൻസി. രണ്ട് ഫോറിൻ കറൻസി നമ്മൾ ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഏറ്റവും ലോവർ എമൗണ്ട് ഏതാണോ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അറ്റ് RBI റേറ്റ്, ആ RBI റേറ്റ് ആയിരിക്കും നമ്മുടെ വാല്യൂ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. RBI റേറ്റിലേക്ക് ഇന്ത്യൻ റുപ്പി നമ്മൾ RBI റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിൽ ഏതിലാണോ ഏറ്റവും ലോവർ, ഏത് ഫോറിൻ കറൻസി കൺവേർട്ട് ചെയ്തപ്പോഴാണോ ലോവർ എമൗണ്ട് റിസീവ് ചെയ്തത് ആ ഒരു എമൗണ്ടായിരിക്കും വാല്യൂ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ ആണല്ലോ? അതിനൊപ്പം എന്തുണ്ട്? 1% ഓഫ് എന്നുണ്ട്, അതിൻ്റെ 1% അതായിരിക്കും വാല്യൂ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതാണ് ഫസ്റ്റ് എ പാർട്ട്. അതാണ് വാല്യൂ സപ്ലൈ ഓഫ് സർവീസസ് ഇൻ റിലേഷൻ ടു പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഫോറിൻ കറൻസി ഇൻക്ലൂഡിങ് മണി ചേഞ്ച്. ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട്. ഒരെണ്ണം ഇന്ത്യൻ കറൻസി, ഒരെണ്ണം ഫോറിൻ കറൻസി ആയുള്ളത്. രണ്ടാമത്തെ രണ്ടും ഫോറിൻ കറൻസിയാണ്. രണ്ട് ഇന്ത്യൻ കറൻസി അല്ല, ബോത്ത് ആർ ഫോറിൻ കറൻസി. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ആണ് വാല്യൂ സപ്ലൈ ഓഫ് സർവീസ് ബൈ ആൻ എയർ ട്രാവൽ ഏജന്റ്. എയർ ട്രാവൽ ഏജന്റ് വഴിയുള്ള സർവീസിനുള്ള വാല്യൂ സപ്ലൈ എത്രയായിരിക്കും? അപ്പോൾ നമുക്കറിയാം എയർ ട്രാവൽ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ടാവും. ഡൊമസ്റ്റിക് ട്രാവൽ ഉണ്ടാവും, അതുപോലെ ഇന്റർനാഷണൽ ട്രാവൽ ഉണ്ടാവും. ഡൊമസ്റ്റിക് ട്രാവൽ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ സപ്ലൈ വരുന്നത് 5% ഓഫ് ബേസിക് ഫെയർ ആണ്. എന്നാൽ ഇന്റർനാഷണൽ ട്രാവൽ ആണെങ്കിൽ വരുന്നത് 10% ഓഫ് ബേസിക് ഫെയർ ആയിരിക്കും. അപ്പോൾ ഡൊമസ്റ്റിക് ആണെങ്കിൽ 5%, ഇന്റർനാഷണൽ ആണെങ്കിൽ 10%. ക്ലിയർ ആയല്ലോ? സി ആണ് ഇനി വാല്യൂ സപ്ലൈ ഓഫ് സർവീസസ് ഇൻ റിലേഷൻ ടു ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്. ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് റിലേറ്റഡ് സർവീസുകളിൽ ഉണ്ടാവുന്ന വാല്യൂ സപ്ലൈ എങ്ങനെയായിരിക്കും നോക്കാം. അപ്പോൾ നമ്മൾ പോളിസി ഹോൾഡർ ഗ്രോസ് പ്രീമിയം ചാർജ് പേ ചെയ്തിട്ടുണ്ട് പോളിസി ഹോൾഡർ. അപ്പോൾ ആ ഒരു എമൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? അവിടെ നമ്മുടെ പോളിസി ഹോൾഡറിൻ്റെ പേരിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റോ സേവിങ്സോ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങൾ മൈനസ് ചെയ്യുക. അതുപോലെ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യം അല്ലെങ്കിൽ സേവിങ്ങിൻ്റെ കാര്യം എന്ത് ഉണ്ടാവണം? പോളിസി ഹോൾഡറിന് അറിഞ്ഞിരിക്കണം. അങ്ങനെ പോളിസി ഹോൾഡറിന് അറിവോടായിരിക്കണം ഈ ഒരു ഇങ്ങനെ കീപ്പ് ചെയ്യുക. അതെന്താണ്? അത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. ആ സർവീസ് കൊടുക്കുന്ന സമയത്ത് അത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതാണ് വാല്യൂ സപ്ലൈ. ഒന്നാമത്തെ കേസ്. അപ്പോൾ എന്താണ്? നമ്മുടെ ഒരു പോളിസി ഹോൾഡർ കൊടുക്കുന്ന പ്രീമിയം പെയ്ഡ്, നമ്മൾ ഒരു ലംസം എമൗണ്ട് കൊടുക്കുമല്ലോ, ആ എമൗണ്ടിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ആ ഒരു കമ്പനി നമ്മുടെ പോളിസി ഹോൾഡറിൻ്റെ പേരിൽ തന്നെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റോ സേവിങ്സോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ആ ഒരു എമൗണ്ടിൻ്റെ കാര്യം എന്ത് ചെയ്യണം? എമൗണ്ടിൻ്റെ കാര്യം നമ്മൾ പോളിസി ഹോൾഡറിനെ അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ അത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് സമയത്ത് ആ ടൈമിൽ അദ്ദേഹത്തിന് അറിയിച്ചിരിക്കണം. രണ്ടാമത്തെ കേസാണ് ഇതിപ്പോൾ ഒരു സിംഗിൾ പ്രീമിയം ആനുറ്റി
പോളിസി ആണെങ്കിൽ, ഒരു സിംഗിൾ പ്രീമിയം ആനുറ്റി പോളിസി ആണെങ്കിൽ എന്ത് ചെയ്യണം? പോളിസി ഹോൾഡർ തരുന്ന ആ ഒരു സിംഗിൾ പ്രീമിയത്തിൽ നിന്ന് 10% പിടിച്ചു വെക്കണം, അല്ലെങ്കിൽ മാറ്റി വെക്കണം. നെക്സ്റ്റ് ആണ് എന്താണ്? ഇനി അതർ ഓൾ കേസ്, ഇനി വേറെ എല്ലാം സിംഗിൾ പ്രീമിയം ബാക്കിയുള്ള എല്ലാ കേസും ക്വാർട്ടർലി ആയിക്കോട്ടെ, മന്ത്ലി, വീക്ക്ലി, അങ്ങനെ എന്തായിക്കോട്ടെ, ഇയർലി ആയിക്കോട്ടെ, അങ്ങനെ ബാക്കി എല്ലാ കേസിലാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 25% ഓഫ് പ്രീമിയം ചാർജ് മേടിക്കും. ബാക്കി എല്ലാ ഇയേഴ്സിലും സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ എത്രയാണ്? 12.5% ആയിരിക്കും അവർ ചാർജ് ഈടാക്കുക. മനസ്സിലായല്ലോ? അതാണ് വാല്യൂ സപ്ലൈ ഓഫ് സർവീസ് ഇൻ റിലേഷൻ ടു ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്. നെക്സ്റ്റ് ആണ് ടാക്സബിൾ സപ്ലൈ ഇസ് പ്രൊവൈഡഡ് ബൈ എ പേഴ്സൺ ഡീലിംഗ് ബൈയിങ് ഓർ സെല്ലിംഗ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് നമ്മൾ ബൈയോ സെല്ലോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എങ്ങനെയായിരിക്കും വാല്യൂ സപ്ലൈ നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് എന്നാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആപ്ലിക്കബിൾ അല്ല. അപ്പം നോ ITC ഹാസ് ബീൻ ഓൺ ഇറ്റ്സ് പർച്ചേസ്. അത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുകയില്ല. അതുപോലെ നമുക്ക് അതിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? വാല്യൂ ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് ബൈയിങ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസും ബൈയിങ് പ്രൈസും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ വാല്യൂ സപ്ലൈ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി 7th പോയിന്റിലേക്ക് വരാണ്. 7th പോയിന്റ് ആണ് വാല്യൂ ഓഫ് സപ്ലൈ ഇൻക്ലൂസീവ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ടാക്സ്, സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, യൂണിയൻ ടെറിട്ടറി ടാക്സ് എക്സെട്ര. അപ്പോൾ എന്താണ്? വാല്യൂ സപ്ലൈയിലെ കുറേ ടാക്സ് ഒന്നേക്കാണ്. ഏതൊക്കെയാണ്? ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ഒന്നുണ്ട്, സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും യൂണിയൻ ടെറിട്ടറി ടാക്സ് എല്ലാ ടാക്സും ഒന്നേക്കാണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ സപ്ലൈ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ വാല്യൂ സപ്ലൈ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ജനറൽ വാല്യൂഷൻ റൂൾ ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബയ്യർ ആ ഒരു പ്രൊഡക്റ്റ് സർവീസ് മേടിക്കും, നമ്മൾ ഒരിക്കലും നമ്മൾ ടാക്സ് കുറച്ച് താന്നുകൊണ്ടല്ലോ കടപ്പി വാങ്ങിക്കുന്നത്. നമ്മൾ ആ ഫുൾ പ്രൈസ്, ആ പ്രൊഡക്റ്റിൻ്റെ MRP കൊടുക്കുന്ന എമൗണ്ട് എത്രയാണോ ആ ഫുൾ പ്രൈസ് പേ ചെയ്തിട്ടേക്ക് നമ്മൾ ആ പ്രൊഡക്റ്റോ സർവീസോ മേടിക്കുക. എന്നിട്ട് വാല്യൂ സപ്ലൈ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ ടോട്ടൽ പ്രൈസ് അല്ലെങ്കിൽ കൺസിഡറേഷൻ നിന്ന് നമ്മൾ GST ബില്ല് കൊടുത്തിട്ടുണ്ടാവും. ആ GST നമ്മൾ എന്ത് ചെയ്യുക? ആ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് വാല്യൂ സപ്ലൈ കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് വാല്യൂ ഓഫ് സപ്ലൈ ഫോർ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് അണ്ടർ GST. ഇനി ഇമ്പോർട്ടഡ് ഗുഡ്സോ സർവീസസോ അതിൻ്റെ വാല്യൂ സപ്ലൈ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ദ വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ റൂൾ പ്രൊവൈഡഡ് ഇൻ ദ കസ്റ്റം ആക്ട്. കസ്റ്റം ആക്ടിൽ കൊടുത്തിരിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതിൻ്റെ വാല്യൂ സപ്ലൈ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് കസ്റ്റം വാല്യൂ പ്ലസ് ഇമ്പോർട്ട് ഡ്യൂട്ടി. ഇമ്പോർട്ട് ഡ്യൂട്ടിയും കസ്റ്റം വാല്യൂ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വാല്യൂ സപ്ലൈ കിട്ടുന്നതായിരിക്കും. ഇതോടെ നമ്മുടെ എക്സ്പ്ലെയിൻ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ സപ്ലൈ എന്നൊരു 50 മാർക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവണം. ഇത്ര രീതിക്ക് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും എഴുതേണ്ട ആവശ്യം. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് മാത്രം നിങ്ങൾ ആ ഒരു ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ആർ ദ പ്രൊസീജിയർ ഫോർ ഗെറ്റിംഗ് രജിസ്റ്റേർഡ് ആസ് ടാക്സ് ഡിഡക്റ്റർ? ഒരു ടാക്സ് ഡിഡക്റ്ററായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഏതൊക്കെ പ്രൊസീജിയേഴ്സാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. പ്രൊസീജിയർ ഫോർ ഗെറ്റിംഗ് രജിസ്റ്റേർഡ് ആസ് ഡിഡക്റ്റർ, ഈ ഒരു ഹെഡിങ്ങിലാണ് നമുക്ക് ആ ആൻസർ കിട്ടുക. ദ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോർ ടാക്സ് ഡിഡക്റ്റർ ക്യാൻ ബി ഫയൽഡ് ഇലക്ട്രോണിക്കലി. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടാക്സ് ഡിഡക്റ്റഡ് ആയിട്ടുള്ള ആ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ നമുക്ക് ഇലക്ട്രോണിക്കലി തന്നെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫയൽ ചെയ്യാവുന്നതാണ്. എങ്ങനെ ഫയൽ ചെയ്യാം? ബൈ സബ്മിറ്റിംഗ് എ ഡ്യൂലി സൈൻഡ് ആപ്ലിക്കേഷൻ. നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം, നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം എവിടെ സബ്മിറ്റ് ചെയ്യാം? ഇൻഫോം GST REG 07 അവിടെ നമുക്കത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു ടേം നമ്മൾ പഠിക്കുക. ഇതാണ് GST REG 07. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളത് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ആ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. ദ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് വൈൽ ഗെറ്റിംഗ് രജിസ്റ്റേർഡ് ആസ് ടാക്സ് ഡിഡക്റ്റർ ഇൻക്ലൂഡ്. നമ്മൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് വെച്ച് വേണം നമ്മൾ ചെല്ലാൻ വേണ്ടി? ഫസ്റ്റ് വൺ ആണ് ആപ്ലിക്കൻറ്റ് ഹാസ് വാലിഡ് ടാൻ. നമുക്കൊരു ആപ്ലിക്കൻറ്റിന് സ്വന്തമായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ടാൻ വേണം. ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ, അതാണ് ടാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ ടാൻ ആപ്ലിക്കൻറ്റിന് വാലിഡ് ആയിട്ടുള്ള ഒരു ടാൻ നമ്പർ ആപ്ലിക്കൻറ്റിന് വേണം. രണ്ടാമത് ആപ്ലിക്കൻറ്റ് മസ്റ്റ് ഹാവ് എ വാലിഡ് മൊബൈൽ നമ്പർ, ഒരു വാലിഡ് മൊബൈൽ നമ്പർ വേണം. അതുപോലെ തന്നെ വാലിഡ് ഇമെയിൽ ID കൂടിയും ഇദ്ദേഹത്തിന് വേണ്ടതാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ആപ്ലിക്കൻറ്റ് മസ്റ്റ് ഹാവ് ദ പ്രിസ്ക്രൈബ് ഡോക്യുമെൻറ്റ് ആൻഡ് ഇൻഫോർമേഷൻ ഓൺ ഓൾ മാൻഡറ്ററി ഫീൽഡ്സ് ആസ് റിക്വയർഡ് ഫോർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റിയുള്ള ഡോക്യുമെൻറ്റ്സും ഇൻഫോർമേഷൻസും എല്ലാം കൃത്യമായിട്ട് ആപ്ലിക്കൻ്റെ കയ്യിൽ ഉണ്ടാവണം. ഫുള്ളായിട്ട് നമുക്ക് ഫില്ല് ചെയ്യുമ്പോൾ ഏറ്റവും മാൻഡറ്ററി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫീൽഡ് നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റാത്ത സ്കിപ്പ് ചെയ്യാത്ത ഫീൽഡ്സ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സും ഇൻഫോർമേഷനും നമ്മുടെ ആപ്ലിക്കൻ്റെ കയ്യിൽ ഉണ്ടാവണം. നെക്സ്റ്റ് ആണ് ദ മസ്റ്റ് ബി എ പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ദ ആപ്ലിക്കൻറ്റ്. ആപ്ലിക്കൻറ്റിന് ഒരു പ്ലേസ് ഓഫ് ബിസിനസ്
സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉണ്ടാവണം. നെക്സ്റ്റ് ആണ് ദ മസ്റ്റ് ബി ഓതറൈസ്ഡ് സിഗ്നേച്ചറി ഓഫ് ദ ആപ്ലിക്കൻറ്റ് വിത്ത് വാലിഡ് ഡീറ്റെയിൽസ്. നമ്മുടെ ആപ്ലിക്കൻ്റെ സിഗ്നേച്ചർ അത് വാലിഡ് ഡീറ്റെയിൽസിനൊപ്പം അവിടെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ടാക്സ് ഡിഡക്റ്ററായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാമാണ് നമ്മുടെ മെയിൻ പ്രൊസീജിയേഴ്സ്. ഒന്നാമത്തെ എന്താണ്, നമുക്കൊരു വാലിഡ് ടാൻ ഉണ്ടാവണം, അതുപോലെ തന്നെ വാലിഡ് മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അതുപോലെ നമുക്ക് വേണ്ട നമ്മുടെ ഫില്ല് ചെയ്യാൻ മാൻഡറ്ററി ഫീൽഡ്സ് എന്ന് വെച്ചാൽ ഏറ്റവും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഫീൽഡ്സ് ഉണ്ടാവും. അവിടെയൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഡോക്യുമെൻറ്റ്സ് ഇൻഫോർമേഷൻസ് നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടാവണം. പിന്നെ നമ്മുടെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണ് അത് ആപ്ലിക്കൻറ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആപ്ലിക്കൻ്റെ സിഗ്നേച്ചർ കൃത്യമായിട്ട് വിത്ത് വാലിഡ് ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചിരിക്കണം. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് HSN കോഡ്? എന്താണ് HSN കോഡ് എന്ന് ചോദിക്കാറുണ്ട്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് HSN കോഡ് എന്ന്. നമുക്കപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. HSN അതിൻ്റെ ഫുൾ ഫോം ആണ് ഹാർമോണൈസ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. നമ്മൾ ആദ്യം അത് എഴുതി വയ്ക്കുക. അതിന് സിംപ്ലി വിളിക്കുന്ന പേരാണ് HSN കോഡ് എന്നത്. അപ്പോൾ എന്താണ് HSN? ഇറ്റ് ഈസ് എ മൾട്ടി പർപ്പസ് ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് നോമൻക്ലേച്ചർ. ഒരു മൾട്ടി പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് നോമൻക്ലേച്ചറാണ് നമ്മുടെ HSN കോഡ് എന്നത്. ഇത് ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തത് വേൾഡ് കസ്റ്റം ഓർഗനൈസേഷൻ ആണ്. ഇവിടെ ഇയറും കൊടുത്തിട്ടുണ്ട് 1986. ആദ്യം ഇത്രയും കാര്യം ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതാം. അത് കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയാണ് അത് പറയുന്നത് നോക്കാം. അപ്പോൾ HSN കോഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഹാവിങ് അബൌട്ട് 5000 കമ്മോഡിറ്റി ഗ്രൂപ്പ്. നമ്മുടെ ആ ഒരു HSN കോഡിൽ 5000 കമ്മോഡിറ്റി ഗ്രൂപ്പാണ് ഉള്ളത്. അതും ഈച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈ ബൈ 6 ഡിജിറ്റ് കോഡാണ്. അപ്പോൾ ഓരോ കമ്മോഡിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു 6 ഡിജിറ്റ് കോഡ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് അറേഞ്ച് ഇൻ എ ലീഗൽ ആൻഡ് ലോജിക്കൽ സ്ട്രക്ചർ. ലീഗലിയും അതുപോലെ ലോജിക്കൽ സ്ട്രക്ചർ വെച്ചാണ് നമ്മളത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ എ വെൽ ഡിഫൈൻഡ് റൂൾസ്. വെൽ ഡിഫൈൻഡ് റൂൾസ് വെച്ചാണ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടു അച്ചീവ് യൂണിഫോം ക്ലാസിഫിക്കേഷൻ. കാരണം കൃത്യമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, കാരണം ഇൻ്റർനാഷണലി ഇത് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ആക്സെപ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു യൂണിഫോം ക്ലാസിഫിക്കേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ യൂണിഫോം ക്ലാസിഫിക്കേഷനോടെ നല്ല വെൽ ഡിഫൈൻഡ് റൂൾസിലൂടെ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇത്തരം കാര്യം നമുക്ക് 2 മാർക്ക് ഫുൾ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ആകാൻ പോവാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഒരു 50 മാർക്ക് ക്വസ്റ്റിനും ഒരു 5 മാർക്കും ഒരു 2 മാർക്ക് ക്വസ്റ്റിനും ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ നെക്സ്റ്റ് 50 മാർക്ക് ഒരു 50 മാർക്ക് ക്വസ്റ്റിനും അതേപോലെ തന്നെ നമ്മൾ 5 മാർക്ക് 2 മാർക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു റിവിഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റിവിഷനിലൂടെ നമുക്ക് ഫുൾ ചാപ്റ്റേഴ്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.